എല്ലാ വാതിലും അടച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് സുകന്യ പവിത്രയോട് കാര്യം പറഞ്ഞുള്ളൂ. നിശബ്ദമായ ഒരു രാത്രിക്ക് നൽകാനാവുന്ന ഭയം എത്രമാത്രം ഉണ്ടാകുമെന്ന് അവരറിഞ്ഞു. മരണമാണ് ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്നത്. പവിത്ര വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവൾ കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു. പക്ഷേ മറുവശത്ത് പോലീസുകാരൻ ചിരിക്കുകയാണ് ചെയ്തത്. മോളെ, ചെറുവത്തൂരിലെ എല്ലാ വീട്ടിൽ നിന്നും രാജനെ കണ്ടു എന്നും പറഞ്ഞ് വിളി വന്നിട്ടുണ്ട്. എല്ലാവരും വീടിനകത്ത് ആരോ കയറിയിട്ടുണ്ട് എന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. നിങ്ങൾ മാത്രമാണ് ദൂരെ കണ്ടു എന്നും പറഞ്ഞു വിളിച്ചത്. എന്തായാലും അകത്തു കയറിയ രാജനെ പിടിച്ചിട്ട് മുറ്റത്തുള്ള രാജനെ പിടിക്കാം കേട്ടോ. മോള് വേണ്ടാത്തതൊന്നും ആലോചിക്കാതെ വേഗം കിടന്നുറങ്ങിക്കോ. സുകന്യക്ക് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അധികം ദീർഘിപ്പിക്കാതെ ആ പോലീസുകാരൻ സംസാരം നിർത്തുകയും ചെയ്തു. അടുത്ത നിമിഷം പവിത്ര അലറി കരഞ്ഞു. സുകന്യ ഓടിച്ചെന്ന് പവിത്രയെ തന്നോട് ചേർത്ത് പിടിച്ചു. എന്താടി? ആരോ വാതിലിന്റെ ലോക്ക് പിടിച്ച് തിരിച്ചു. വിറക്കുന്നത് കണ്ട് പവിത്രയുടെ സംസാരം മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നിനക്ക് തോന്നിയതാ മോളെ, അവിടെ എങ്ങോ ആരുമില്ല, സുകന്യ ആശ്വസിപ്പിച്ചു. അടുത്ത നിമിഷം 2 വട്ടം കൂടി ഡോർ ലോക്ക് തിരിഞ്ഞു. കരയാതിരിക്കാനായി സുകന്യ സ്വന്തം വാ പൊത്തിപ്പിടിച്ചു. അപ്പോഴും പവിത്ര സുകന്യയെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് വാ. സുകന്യ പവിത്രയെ പിടിച്ച് മക്കളെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് ഓടി. ഓടുമ്പോൾ അവളുടെ കയ്യിലിരുന്ന ഫോൺ നിലത്തു വീണു. അത് തുറന്ന് അതിന്റെ ബാറ്ററി ഹാളിലുള്ള ചില്ലലമാരയുടെ അടിയിലേക്ക് പോകുന്നത് കണ്ടു. അതെടുക്കാൻ നിൽക്കാതെ അവൾ പവിത്രയെ കൂട്ടി മക്കളുടെ റൂമിൽ കയറി അവരെ ഉണർത്തി. അവർ 4 പേരും കൂടി മുകൾ നിലയിലേക്ക് കയറി. അപ്പോൾ തന്നെ പുറകുവശത്തെ ഡോർ തുറക്കാൻ ശ്രമിക്കുന്ന ഒച്ച കേട്ടു. മക്കൾ എന്താണെന്നറിയാതെ പേടിച്ച് കരയുകയായിരുന്നു. ആ ശബ്ദവും നിന്നു. മെയിൻ സ്വിച്ച് എവിടെയാ? പവിത്ര ശബ്ദം താഴ്ത്തി ചോദിച്ചു. പുറത്താണ്. പറയുമ്പോൾ സുകന്യക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. പത്തനംതിട്ടക്കാർ വന്നാൽ മതിയായിരുന്നു. നീ ഒന്ന് വിളിച്ചു നോക്ക്. പവിത്ര സുകന്യയെ നോക്കി. നീ ഫോൺ താ. എന്റെ ഫോൺ അവിടെ വീണുപോയി. സുകന്യ ഫോണിനായി കൈനീട്ടി. അപ്പോഴാണ് പവിത്ര തന്റെ ഫോണിനെ കുറിച്ച് ഓർത്തത്. അവളും അതെവിടെയോ മറന്നു വെച്ചിരുന്നു. മുകളിൽ കയറിയ ശേഷം പഴയ വീട്ടുസാധനങ്ങൾ വച്ച് പൂട്ടിയിരുന്ന റൂമിലാണ് അവർ എത്തിയത്. സുകന്യ എല്ലാവരെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു. വാതിൽ പൂട്ടി. എല്ലാവരും ശ്വാസം വിടാൻ പോലും ഭയപ്പെട്ടു അവിടെ ഇരുന്നു. കുറച്ച് സമയം കൂടി അങ്ങനെ പോയി. അവർക്ക് ആശ്വാസം തോന്നി തുടങ്ങിയിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ അങ്ങനെ അവിടെ തന്നെ ഇരുന്നു കാണണം. മക്കൾ മടിയിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ താഴെ നിന്നും പവിത്രയുടെ ഫോൺ ബെല്ലടിച്ചു. പവിത്രയും സുകന്യയും പരസ്പരം നോക്കി. അവർ നിന്നിരുന്ന വാതിലിനു മുകളിലായി ഒരു കിളിവാതിൽ പോലെ ഉണ്ടായിരുന്നു. സാധാരണ ഉള്ളതിലും ഒരല്പം ഉയരം കുറഞ്ഞ വാതിലുകളായിരുന്നു ആ വീടിന്. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റൂള് വലിച്ചിട്ട് സുകന്യ ആ കിളിവാതിലൂടെ പുറത്തേക്ക് നോക്കി. നടുമുറ്റം പകുതിയോളം കാണാമായിരുന്നു. അതിന്റെ എതിർഭാഗത്തുള്ള റൂമുകളും കാണാം. റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഫോണ് പെട്ടെന്ന് നിന്നു. ആ ഫോണ് ചെവിയിൽ വെച്ചുകൊണ്ട് ഒരാൾ നടുമുറ്റത്തേക്ക്, സുകന്യക്ക് കാണാവുന്ന ഭാഗത്തേക്ക് വന്നു. അയാൾ ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു പൂച്ചയെ പോലെ ശബ്ദമുണ്ടാക്കാതെയാണ് അയാൾ നടന്നിരുന്നത്. നിലത്തു വീണ സുകന്യയുടെ ഫോണിന്റെ ഭാഗം അയാളുടെ മറ്റേ കാലിലുണ്ടായിരുന്നു. സുകന്യ അയാളെ നോക്കിയിരുന്നു. ഒരു 6 അടിയോളം ഉയരം അയാൾക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തടിച്ച ശരീരപ്രകൃതിയായിരുന്നു അയാൾക്ക്. മുൻഭാഗത്തു നെറ്റി കയറി തുടങ്ങിയിട്ടുണ്ട്. തങ്ങളെ 4 പേരെയും അയാൾ ഒരുമിച്ച് തോളിലിട്ട് കൊണ്ടുപോകുമെന്ന് അവൾക്ക് തോന്നി. സുകന്യ ഒന്നാകെ വിറക്കുന്നുണ്ടായിരുന്നു. പവിത്ര അവളുടെ കയ്യിൽ പിടിച്ചു. എന്താ ചേച്ചി? അയാൾ താഴെയുണ്ട്. സുകന്യ കരയുന്നത് പോലെയാണ് പറഞ്ഞത്. നമ്മൾ എന്തു ചെയ്യും? പവിത്രയും കരഞ്ഞു തുടങ്ങിയിരുന്നു. എനിക്കെന്റെ മക്കളെ ഓർത്താണ്. നീയും ജീവിതം തുടങ്ങിയിട്ടില്ലല്ലോ മോളെ. അവർ 2 പേരും പരസ്പരം കെട്ടിപ്പിടിച്ചു നിന്നു. അപ്പോൾ താഴെ നിന്നും തമിഴ് കലർന്ന മലയാളത്തിൽ അയാളുടെ ശബ്ദം കേട്ടു. പവിത്ര, ഇങ്ക വാ കണ്ണ, എനക്ക് പെഷറു തുക്ക്, നിറയെ ഇറുക്ക്, ഉങ്ക തമ്പി വന്നിട്ടെ. അയാൾ അത് പറഞ്ഞ ശേഷം ഉറക്കെ ചിരിച്ചു. സുകന്യക്ക് അയാളുടെ മുഖം അപ്പോൾ കാണാമായിരുന്നു. കണ്ടാൽ തന്നെ ഭയം തോന്നുന്ന മുഖം. ഫോണിൽ വിളിച്ചത് അച്ഛനായിരിക്കും. അവിടെ നിന്നും പവിത്രയുടെ പേര് പറഞ്ഞു വിളിച്ചിട്ടുണ്ടാവും. തന്നെ വിളിച്ചപ്പോൾ സ്വിച്ച്ഡ് ഓഫ് എന്ന് പറഞ്ഞു കാണും. ഈശ്വര, മക്കളെ പറ്റി അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവരുതേ. സുകന്യ മനസ്സിരുത്തി പ്രാർത്ഥിച്ചു. അയാൾ താഴെ നിന്നും വീണ്ടും തുടർന്നു. നീ ഇങ്ങോട്ട് വന്നാൽ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അതല്ല, ഞാൻ ഉന്നെ തേടി പാഞ്ഞാൽ എനക്ക് തന്നെ തെരിയാത് ഞാൻ എന്ത് ചെയ്യുമെന്ന്. പവിത്ര സുകന്യയെ നോക്കി. പവിത്ര അപ്പോൾ തളർന്നു വീണേക്കുമെന്ന് സുകന്യ ഭയപ്പെട്ടു. നീ ഇവിടെ നിൽക്ക്. മക്കൾ ഉണരാതെ നോക്കണം. നീ ആണെന്ന് പറഞ്ഞു താഴോട്ട് പോകാം. ഒരു ശബ്ദമുണ്ടാക്കരുത്. പവിത്ര എന്തെങ്കിലും പറയുന്നതിന് മുൻപേ സുകന്യ ഡോർ തുറന്ന് പുറത്തോട്ടിറങ്ങി. വിറച്ചുകൊണ്ടാണ് സുകന്യ ഓരോ സ്റ്റെപ്പും ഇറങ്ങിയത്. ഒരുപാട് പേരെ ക്രൂരമായി കൊന്നുകളഞ്ഞ ഒരു മലയാളിയാണ് മുൻപിൽ. അവസാന സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞതിനു ശേഷം സുകന്യ മുഖമുയർത്തി അയാളെ നോക്കി. ഇവളെ തന്നെ സാഗൂതം നോക്കി നിൽക്കുകയായിരുന്നു രാജൻ. നീ സുന്ദരിയാണല്ലോ.
ரொம்ப അഴകായിരിക്ക്. ഇങ്ക വാ, ഇങ്ക ഇരിക്ക്. അയാൾ ചിരിച്ചു. അയാൾ അവിടെ മണ്ണിൽ ചമ്രം പടിഞ്ഞിരുന്നു. അയാൾക്ക് മുമ്പിൽ ഇരിക്കാൻ അയാൾ സുകന്യയോട് ആംഗ്യം കാണിച്ചു. സുകന്യ ഒരൽപ്പം വിട്ടുമാറി അയാൾക്ക് മുമ്പിലിരുന്നു. അവളുടെ കണ്ണു നിറഞ്ഞിരുന്നു. നീ സുകന്യയല്ലേ? പവിത്ര എങ്കേ? അയാൾ ഒരു വഷളൻ ചിരി ചിരിച്ചു. എനിക്ക് സുകന്യാവേയും പവിത്രവേയും തെരിയും. നിങ്ക അപ്പാ സൊന്നാറ്, നിറയെ സൊന്നാറ്. നീ പോയി പവിത്രയെ കൂപ്പിട് കണ്ണാ. അയാൾ രണ്ടു കൈയും പുറകിലെ മണ്ണിൽ കുത്തി ആകാശത്തേക്ക് നോക്കിയിരുന്നു. സുകന്യ ഉറക്കെ കരഞ്ഞുപോയി. അയാൾ പറഞ്ഞത് കേട്ടത് കൊണ്ടാവണം പവിത്രയുടെ മുഖം മുകളിൽ കണ്ടു. അവളും പതിയെ സ്റ്റെപ്പിറങ്ങി വരികയായിരുന്നു. ഒരു മിന്നലിന്റെ അകമ്പടിയോടെ അടുത്ത മഴയും പെയ്യാൻ തുടങ്ങി. അയാൾ പറയാതെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ സുകന്യ മടിച്ചു. ഭയം അവളുടെ സപ്തനാഡികളെയും കീഴ്പ്പെടുത്തിയിരുന്നു. തങ്ങൾ ഏതു നിമിഷവും കൊല്ലപ്പെട്ടേക്കുമെന്ന് അവൾക്ക് തോന്നി. പത്തനംതിട്ടക്കാർ രാവിലെ വരും, അപ്പോ സൊല്ലിയിരിക്ക്. അയാൾ ചിരിച്ചു. അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ആ പെണ്ണിന്റെ മുഖത്തു നോക്കി ക്രൂരമായി അയാൾ ചിരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ സമയം 12 ആയിരുന്നു.